ആചാര്യ ചാണക്യൻ തന്റെ ഗ്രന്ഥമായ ചാണക്യനീതിയിൽ വളരെ വ്യക്തവും ആഴമേറിയതുമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വിഡ്ഢികളോട് തർക്കിക്കുന്നതും നമ്മളെ നിന്ദിക്കുന്നവർക്ക് മറുപടി കൊടുക്കുന്നതും തരംതാണവരോട് വാദിക്കുന്നതും ബുദ്ധിയല്ല, മറിച്ച് അതൊരു വിഡ്ഢിത്തമാണ്. ഈ കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ ലോകത്ത് നമ്മൾ ദിവസവും കണക്കില്ലാത്ത നെഗറ്റിവിറ്റികൾക്കും ടെൻഷനുകൾക്കും തർക്കങ്ങൾക്കുമിടയിലാണ് ജീവിക്കുന്നത്. ഓരോരുത്തരും നമ്മളെ താഴെയിറക്കാനും കുഴപ്പങ്ങളിൽ പെടുത്താനും നമ്മുടെ ഊർജ്ജം മോഷ്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവഗണിക്കാൻ പഠിച്ചവനാണ് യഥാർത്ഥത്തിൽ മുന്നേറുന്നത്. അവനാണ് തന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും യഥാർത്ഥ കളിക്കാരനാകുന്നതും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇഗ്നോർ ചെയ്യാനുള്ള 8 ശക്തമായ വഴികളാണ്. വെറുതെ അവഗണിക്കുകയല്ല, മറിച്ച് നിങ്ങൾ അവഗണിക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരുന്ന തരത്തിലുള്ള ഒരു മാറ്റം. ഈ വഴികൾ നിങ്ങൾ ശീലമാക്കിയാൽ നിങ്ങളുടെ മാനസിക സമാധാനം നിലനിൽക്കും എന്നു മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രതികരിച്ച് സ്വയം കുഴപ്പത്തിലാക്കുന്ന ആ കഴുതക്കൂട്ടത്തിൽ, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കും. ഓരോ തവണയും തർക്കിക്കാൻ ചെല്ലുന്ന ഓരോ കാര്യത്തിനും പ്രതികരിക്കുന്ന സ്വന്തം ഊർജ്ജം വെറുതെ കളയുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനാകും. നിങ്ങൾ ആൾക്കൂട്ടത്തിന് മുകളിലായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്കുള്ള വഴി തനിയെ തുറന്നുതരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അവഗണിക്കാൻ പഠിക്കാനുള്ള ആ ശക്തമായ വഴികളാണ്. ഈ വിദ്യ പഠിച്ചവന് ജീവിതത്തിന്റെ കളി തന്നെ മാറ്റാൻ സാധിക്കും. വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക, കാരണം അവസാനം ഞാൻ ഒരു ബോണസ് പോയിന്റ് കൂടി പറയുന്നുണ്ട്. അത് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് മാത്രമല്ല, ഈ ലോകത്തെ സാധാരണ ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്തുകയും നിങ്ങൾക്കൊരു പ്രത്യേക ക്ലാസും ഐഡന്റിറ്റിയും നൽകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ശീലത്തിൽ നിന്ന് തുടങ്ങാം. ശീലം 1: എല്ലാം മനസ്സിന്റെ കളിയാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ പഠിക്കണമെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ കളിയാണെന്നതാണ്. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പലതവണ പരാജയങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്. അത് പരീക്ഷയിൽ തോൽക്കുന്നതാകാം, ബിസിനസ്സിൽ നഷ്ടം വരുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധത്തിൽ വിള്ളൽ വീഴുന്നതാകാം. ഇത്തരം സമയങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഒരു സംഘർഷം തുടങ്ങുന്നു. പുറത്തെ സാഹചര്യങ്ങൾ നമ്മളെ നിരാശരാക്കുന്നു, ഉള്ളിലെ മനസ്സ് അസ്വസ്ഥമാകുന്നു. അപ്പോഴാണ് നമുക്ക് ശക്തമായ ഒരു മാനസികാവസ്ഥയുടെയും മൈൻഡ് സെറ്റ്, പോസിറ്റീവ് ചിന്തയുടെയും ആവശ്യം വരുന്നത്, നമ്മളെ നിരാശയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തുകൊണ്ടുവരാൻ. ഇവിടെ ചാണക്യനീതി വളരെ ഉപകാരപ്രദമാണ്. ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ തന്നെയാണ് അവന്റെ ഏറ്റവും വലിയ ശക്തിയും ബലഹീനതയുമെന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലിയ കല. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാക്കിയാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോകം എപ്പോഴും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല നടക്കുക. എല്ലാവരും നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണമെന്നില്ല. എല്ലാ സാഹചര്യവും നിങ്ങളുടെ പ്രതീക്ഷ പോലെയാകണമെന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ നിന്നാൽ നിങ്ങൾ തളർന്നുപോകും. അതുകൊണ്ട് കാര്യങ്ങളെയും ആളുകളെയും അവഗണിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ചാണക്യനീതിയിലും ഇതുതന്നെയാണ് പറയുന്നത്. ചിലപ്പോഴൊക്കെ വഴക്കുകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നതാണ് ബുദ്ധി. അനാവശ്യമായ വഴക്കുകളിൽ നിന്നും ടോക്സിക്കായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് വിജയത്തിനും മനസമാധാനത്തിനും അത്യാവശ്യമാണ്. മോശം കാര്യങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം പോസിറ്റീവായ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് പോസിറ്റിവിറ്റിയുടെ യഥാർത്ഥ ശക്തി. നിങ്ങളുടെ മനസ്സിൽ സമാധാനം നിലനിൽക്കും. നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും വരും, പക്ഷെ അതിനൊപ്പം ജീവിക്കേണ്ടി വരും. ചാണക്യൻ ഇതിന് ഉദാഹരണമായി നൽകിയത് റോസാപ്പൂവിനെയും മുള്ളുകളെയുമാണ്. ഓരോ റോസാപ്പൂവിനൊപ്പവും മുള്ളുകളുണ്ടാകും. നിങ്ങൾ എത്ര ശ്രമിച്ചാലും മുള്ളുകളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പൂവിലേക്ക് എത്താൻ സാധിക്കും. ഈ കാര്യം സമൂഹം, ബന്ധങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എന്നിവയ്ക്കും ബാധകമാണ്. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ഉണ്ടാകും. പക്ഷേ അവയോട് യുദ്ധം ചെയ്യുന്നതിന് പകരം ഒഴിഞ്ഞുമാറാനുള്ള വഴി പഠിക്കണം. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, മാലിന്യത്തിൽ ശ്രദ്ധ മാറ്റുന്നതാണ് ഏറ്റവും പ്രധാനമെന്ന്. ഇന്നത്തെ കാലത്ത് വിവരങ്ങളും ആളുകളുടെ സംസാരവും നെഗറ്റിവിറ്റിയും വളരെ കൂടുതലാണ്. എല്ലാ തിന്മയോടും യുദ്ധം ചെയ്യാൻ നിന്നാൽ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ അവിടെ തീർന്നുപോകും. ചാണക്യൻ നീതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്, ബുദ്ധിമാൻ അനാവശ്യ വഴക്കുകളിൽ ചെന്ന് പെടില്ല. അവൻ തന്റെ ഊർജ്ജം ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കുകയും സമയം ലാഭിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മനസ്സിൽ പോസിറ്റീവ് മനോഭാവം നിലനിർത്തുക, നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളെയും ടോക്സിക്കായ ആളുകളെയും ഒഴിവാക്കാൻ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ടാലും നിരാശനായി തോൽവി സമ്മതിക്കരുത്. ചാണക്യനീതിയിൽ പറയുന്നു, പലതവണ വീണിട്ടും എഴുന്നേൽക്കുന്നവനാണ് വിജയി. നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം പോസിറ്റീവാക്കി വെക്കാമെന്ന് വെച്ചാൽ, പരാജയം എന്നത് നിങ്ങൾക്ക് അവസാനമാകരുത്, മറിച്ച് അതൊരു പുതിയ തുടക്കത്തിനുള്ള പ്രചോദനമാകണം. തോൽവി സമ്മതിക്കാൻ എളുപ്പമാണ്, എന്നാൽ വിജയത്തിന് തുടർച്ചയായ പരിശ്രമവും പോസിറ്റീവ് ചിന്തയും ആവശ്യമാണ്.
ഈ പ്രക്രിയയിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിന്റെ പങ്ക് വലുതാണ്. കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിന് സമാധാനം നൽകുകയും ജീവിതത്തിന് നല്ലൊരു ദിശ നൽകുകയും ചെയ്യുന്നു. ചാണക്യനീതി നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: മനസ്സിന്റെ ശക്തിയേക്കാൾ വലിയ ശക്തി വേറെയില്ല. മനസ്സിനെ നിയന്ത്രിച്ചാൽ പുറത്തെ ഒരു തടസ്സത്തിനും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും വലിയ താക്കോൽ. ശീലം 2. എല്ലാ കാര്യത്തിനും വിശദീകരണം നൽകരുത്. സ്റ്റോപ്പ് എക്സ്പ്ലെയിനിങ്. എല്ലാ കാര്യത്തിനും മറ്റുള്ളവർക്ക് വിശദീകരണം നൽകാൻ നിങ്ങൾ നടന്നാൽ വിശ്വസിക്കൂ, നിങ്ങൾ നിങ്ങളെത്തന്നെ ദുർബലരാക്കുകയാണ്. ഞാൻ എന്തിനത് ചെയ്തു? ഞാൻ എന്തിനവനെ വിലക്കി? ഞാൻ എന്തിനവളോട് മിണ്ടാതിരുന്നു? ഞാൻ എന്തിനവിടെ പോയില്ല? എല്ലാ കാര്യത്തിനും മറുപടി നൽകുക. സ്വന്തം കാര്യം തെളിയിക്കാൻ ശ്രമിക്കുക. ഈ ശീലം പതിയെ പതിയെ നിങ്ങളുടെ മാനസിക ഊർജ്ജമില്ലാതാക്കും. എല്ലാവർക്കും മറുപടി നൽകേണ്ട കാര്യമില്ല. നിങ്ങൾ കോടതിയിലല്ല ഇരിക്കുന്നത് ഓരോ തീരുമാനത്തിനും തെളിവ് നൽകാൻ. നിങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അതെടുത്തു, അത്ര തന്നെ. ഓരോ തവണയും നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ മുൻഗണനകൾക്കും നിങ്ങളുടെ തീരുമാനങ്ങൾക്കും മറ്റുള്ളവരിൽ നിന്ന് അനുവാദം വാങ്ങേണ്ട ആവശ്യമില്ല. ചാണക്യനീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൗനം സർവാർത്ഥ സാധനം. അതായത് മൗനം പലപ്പോഴും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ നിങ്ങൾ ശക്തനായി കാണപ്പെടുന്നു. കാരണം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നവർക്ക് നിങ്ങളുടെ മൗനത്തിലും ഉത്തരം കിട്ടും. മനസ്സിലാക്കാത്തവർക്ക് നിങ്ങൾ എത്ര പറഞ്ഞുകൊടുത്താലും അവർ അത് അംഗീകരിക്കില്ല. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കുക, വിശദീകരണം നൽകുന്നത് നിർത്തുക, എല്ലാവർക്കും മറുപടി കൊടുക്കുന്നത് നിർത്തുക. എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പോയാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പിണങ്ങേണ്ടി വരും. നിങ്ങളുടെ ജോലി മുന്നോട്ടു പോവുക എന്നതാണ്, ഊർജ്ജം ലാഭിച്ച് ശരിയായ ദിശയിൽ ഉപയോഗിക്കുക എന്നതാണ്. വിശദീകരണം നൽകുക എന്നത് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടിയുള്ള ഒരുതരം യാചനയാണ്. നിങ്ങൾ വിശദീകരണം നൽകുന്നുണ്ടെന്ന് ആളുകൾ കണ്ടാൽ അവർ വീണ്ടും വീണ്ടും നിങ്ങളെ വിധിക്കും. ജഡ്ജ് വീണ്ടും വീണ്ടും പരീക്ഷിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഒരു ശീലമുണ്ടാക്കുക. പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവിടെ മിണ്ടാതിരിക്കുക. ഒരു ചിരിയോടെ മുന്നോട്ടു പോവുക. നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് സമയം തെളിയിക്കും. നിങ്ങൾ ശരിയാണെങ്കിൽ കാലം നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയും. കമന്റിൽ പറയൂ, നിങ്ങളും ഇങ്ങനെ വിശദീകരണം നൽകി മടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നു മുതൽ ഈ ശീലം മാറ്റാനുള്ള സമയമായില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത തവണ ആരെങ്കിലും വന്ന് നീ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചാൽ വെറുതെ ഒന്ന് ചിരിച്ചിട്ട് പറയുക, പറയേണ്ട ആവശ്യമില്ല എന്ന്. ശീലം 3. എല്ലാവർക്കും മറുപടി നൽകരുത്, മറുപടി കാലം നൽകും. നോക്കൂ, എല്ലാ കാര്യത്തിനും മറുപടി നൽകേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ മറുപടി പറയുകയല്ല, ചെയ്തു കാണിക്കുക ആണ് വേണ്ടത്. പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും. നിനക്ക് ഒന്നിനും കഴിയില്ല, നിന്റെ കൊണ്ടത് നടക്കില്ല, നീ തോറ്റുപോവുകയുള്ളൂ എന്നൊക്കെ പറയും. എന്നാൽ ഈ വാക്കുകൾക്കുള്ള മറുപടി നാവുകൊണ്ടല്ല കൊടുക്കേണ്ടത്, പ്രവൃത്തിയിലൂടെയാണ് കർമ്മ. ചാണക്യനീതിയിൽ വ്യക്തമായി പറയുന്നുണ്ട്, സമയത്തേക്കാൾ വലിയ മറുപടി നൽകുന്ന ഒരാളില്ല. അതായത് നിങ്ങളെ താഴെയിറക്കാൻ നോക്കുന്നവരെ സമയം തന്നെ താഴെയിറക്കിക്കോളും. നിങ്ങൾ ക്ഷമയോടെയും അധ്വാനത്തോടെയും നിങ്ങളുടെ വഴിയിൽ നടന്നാൽ മതി. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വ്യർത്ഥമായ തർക്കങ്ങളിൽ നിന്ന് മാറി നിന്ന് സ്വന്തം ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനാണ് ബുദ്ധിമാൻ. ഇന്ന് നിങ്ങളെ നോക്കി ചിരിക്കുന്നവർ നാളെ നിങ്ങളെ പുകഴ്ത്തും. നിങ്ങൾ അവരുടെ ചോദ്യങ്ങളിൽ കുടുങ്ങാതെ നിങ്ങളുടെ ജോലിയിൽ മുഴുകിയാൽ മാത്രം മതി. ഈ മൗനം, ഈ ശാന്തത, അതാണ് ഏറ്റവും വലിയ മറുപടി. മറുപടി നൽകേണ്ടത് ജോലിയിലൂടെയാണ്, വിജയത്തിലൂടെയാണ്. നിങ്ങളുടെ BMW, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഐഡന്റിറ്റി, അതായിരിക്കണം നിങ്ങളുടെ മറുപടി. ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളത് ഇഗ്നോർ ചെയ്യുക, ഗ്രോ ചെയ്യുക. ഇതാണ് ചാണക്യനീതി. സമയം കളയാതെ ലക്ഷ്യത്തിലേക്ക് നടക്കുക. പട്ടി കുരച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ ആന അതിന്റെ പാട്ടിന് പോകും. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും വന്ന് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ചിരിക്കുക. മനസ്സിൽ വിചാരിക്കുക, നിനക്കുള്ള മറുപടി എന്റെ വിജയം തരും എന്ന്. എന്നിട്ട് മിണ്ടാതെ ജോലിയിൽ മുഴുകുക. ഈ പോയിന്റ് നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മൗനം കൊണ്ട് ആർക്കെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനി വരാൻ പോകുന്ന ഓരോ പോയിന്റും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് തരും. കുറച്ച് സംസാരിക്കുക, പക്ഷെ അത് ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി നിന്ന് പോകുന്ന തരത്തിലായിരിക്കണം. ശീലം 4. നോ പറയാൻ പഠിക്കുക. ജീവിതത്തിൽ എത്രത്തോളം പോസിറ്റീവ് ആകുന്നത് പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നോ ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതും. കൂടുതൽ നല്ലവരായ നിഷ്കളങ്കരായ ആളുകൾക്ക് പെട്ടെന്ന് ആരോടും നോ പറയാൻ കഴിയില്ല. അവർ എല്ലാ കാര്യത്തിനും തയ്യാറാകും. ഞാൻ ചെയ്തോളാം എന്ന് വിചാരിക്കും. പിന്നീട് അവർ തന്നെ ആലോചിച്ച് ദുഃഖിക്കും. നമ്മളെപ്പോലെ നല്ല ആളുകൾക്ക് മാത്രം എന്താണ് ഇങ്ങനെ മോശം സംഭവിക്കുന്നത് എന്ന്. അതെ, നല്ല ആളുകൾക്കാണ് മോശം സംഭവിക്കുക. എന്തുകൊണ്ട് സംഭവിക്കില്ല? ഈ കാര്യം ചാണക്യനീതിയിലും വ്യക്തമാണ്. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തികൾ സ്വന്തം അതിരുകൾ, ലിമിറ്റ്സ് നിശ്ചയിക്കണം. കാരണം അതിരുകളില്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ ബലഹീനത മുതലെടുക്കും. അദ്ദേഹം പറയുന്നു, മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാതിരിക്കുക,
ആവശ്യത്തിനനുസരിച്ച് നോ പറയുക എന്നതൊരു കലയാണ്. അത് ബുദ്ധിമാന്മാർക്ക് മാത്രമേ സാധിക്കൂ. എല്ലാത്തിനും യെസ് പറയുന്നവർ അവസാനം മറ്റുള്ളവരുടെ ഭാരത്തിനടിയിൽപ്പെട്ട് സ്വന്തം ജീവിതം ജീവിക്കാൻ മറന്നുപോകുന്നു. ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്വന്തം അതിരുകളുണ്ടാക്കുക, സ്വന്തം ശക്തി തിരിച്ചറിയുക, മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ തലകുനിക്കാതിരിക്കുക എന്നാണ്. നിങ്ങൾ എല്ലാവരെയും തലയിൽ കയറ്റിവെച്ചാൽ അവസാനം മുഖമടിച്ച് വീഴുക തന്നെ ചെയ്യും. ഇത്രയും ഭാരം ചുമക്കുന്നത് എളുപ്പമല്ല. ആളുകൾ തയ്യാറായി ഇരിക്കുകയാണ് നിങ്ങളുടെ ബലഹീനത മുതലെടുക്കാൻ. നിങ്ങൾ കുനിഞ്ഞുകൊടുത്താൽ അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടാൻ നോക്കും. എന്നിട്ട് പറയും, വെട്ടിയിട്ടൊരു രസവുമില്ലെന്ന്. ചാണക്യനീതിയിൽ പറയുന്നു, ഇത്തരം ആളുകളെ വേരോടെ പിഴുതെറിയാൻ കഴിയില്ല. പക്ഷേ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുന്നതും ബുദ്ധിയാണ്. കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? ആളുകൾ നിങ്ങളോട് പിണങ്ങും, നിങ്ങളെ ഉപേക്ഷിക്കും. അവരില്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? പക്ഷേ കുറഞ്ഞപക്ഷം സ്വന്തത്തിനു വേണ്ടിയെങ്കിലും ജീവിക്കാൻ പഠിക്കണം. ചാണക്യൻ പറയുന്നു, മറ്റുള്ളവർക്ക് അടിപ്പെടാതെ സ്വന്തം ആത്മാവിന്റെ ശബ്ദം കേൾക്കുന്നവനാണ് ബുദ്ധിമാൻ. നിങ്ങൾ ആരെയെങ്കിലും ഇഗ്നോർ ചെയ്താൽ അവർക്ക് നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാൻ കഴിയില്ല. ഇഗ്നോർ ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. വെറുതെ ശാന്തമായിരിക്കുക, മിണ്ടാതിരിക്കുക, ഊർജം ലാഭിക്കുക. മൃഗങ്ങൾക്ക് പോലും അറിയാം ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന്. എന്തെങ്കിലും തെറ്റാണെങ്കിൽ അതിനെ വിലക്കുക തന്നെ വേണം. അതിൽ നാണക്കേടോ ബലഹീനതയോ ഇല്ല. സ്വന്തം അതിരുകൾ നിശ്ചയിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിയുന്നവനാണ് വിജയിക്കുക എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. തെറ്റിന് തെറ്റാണെന്ന് പറയുന്നതിൽ ഒരു നഷ്ടവുമില്ല, മറിച്ച് അത് ആത്മാഭിമാനത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ഈ ലോകത്ത് വന്നത്? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മാത്രമാണോ ജനിച്ചത്? നിങ്ങൾക്ക് ഒരു അസ്തിത്വവുമില്ലേ? നിങ്ങൾക്ക് സ്വന്തമായി സ്വപ്നങ്ങളില്ലേ? നിങ്ങൾക്ക് ആത്മാഭിമാനമില്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളെ ഇഗ്നോർ ചെയ്യുക. അത് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നിങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്നവരോട് ഒരിക്കലും കൈകോർക്കരുത്. നിങ്ങളുടെ ജീവിത പങ്കാളി, സുഹൃത്ത്, സഹപ്രവർത്തകൻ, ശത്രു എന്നിവരെ തിരിച്ചറിയുക എന്നത് പ്രധാനമാണ്. സ്വന്തം ശക്തി തിരിച്ചറിയുക, അതിരുകൾ നിശ്ചയിക്കുക. ഓരോ വിജയിയും ഓരോ ദിവസവും സ്വന്തം പേടിയെയും മടിയെയും ഉറക്കത്തെയും കംഫർട്ട് സോണിനെയും ഇഗ്നോർ ചെയ്യാൻ പഠിക്കുന്നു. അവർ എല്ലാവരോടും നോ പറയാൻ പഠിക്കുന്നു. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സമാധാനവും ലഭിക്കൂ. വെറുതെ നല്ലവനാകാൻ ശ്രമിക്കരുത്. ബുദ്ധിയോടും കരുത്തോടും കൂടി മുന്നോട്ടു പോവുക. ശീലം 5, ഉപേക്ഷിക്കാൻ ലെറ്റ് ഗോ പഠിക്കുക. മുന്നോട്ടു പോകാൻ എന്താണ് പഠിക്കേണ്ടത്? ഞാൻ പറയും, മുന്നോട്ടു പോകാൻ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന്. നിങ്ങൾ ഓട്ടോയിലോ ടാക്സിയിലോ ട്രെയിനിലോ പോകുമ്പോൾ സാധനങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ടുപോകും, അല്ലേ? എന്നാൽ നിങ്ങൾ ഫ്ലൈറ്റിൽ, വിമാനത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധനങ്ങൾ കുറവായിരിക്കും. എന്തുകൊണ്ട്? കാരണം നിശ്ചിത അളവിന് മുകളിൽ, നിശ്ചിത ഭാരത്തിനു മുകളിൽ സാധനമുണ്ടെങ്കിൽ അതിന് നിങ്ങൾ വേറെ പണം നൽകേണ്ടി വരും. എന്തുകൊണ്ട് നൽകണം? വായുവിൽ പറക്കണം, ഇന്ധനം കൂടുതൽ വേണം, ലോഡ് കൂടും. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഉയരത്തിൽ പറക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞേ തീരൂ. ജീവിതത്തിൽ ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ, വിജയിച്ച് പറക്കണമെങ്കിൽ നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടിവരും. ചാണക്യനീതിയിലും ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഒരു വ്യക്തി തന്റെ പുരോഗതിക്ക് തടസ്സമാകുന്ന എല്ലാ സാധനങ്ങളെയും ചിന്തകളെയും ശീലങ്ങളെയും ഉപേക്ഷിക്കണം. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, ഭാരവും ചുമന്നുകൊണ്ട് മുന്നോട്ടു പോകുന്നത് അസാധ്യമാണ്. അത് മാനസികമായ ഭാരമായാലും ഭൗതികമായതായാലും. ആരാണോ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളും നെഗറ്റിവിറ്റിയും അനാവശ്യ ആശങ്കകളും മാറ്റുന്നത്, അവർക്ക് മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയൂ. ചാണക്യൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഭൂതകാലത്തിന്റെ ഭാരവും ആളുകളുടെ വിമർശനങ്ങളും വേണ്ടാത്ത വർത്തമാനങ്ങളും ആരാണോ പിന്നിൽ ഉപേക്ഷിക്കുന്നത്, അവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രനും വിജയിയും. ചുറ്റുമുള്ളവർ എന്തു പറയുന്നു? ആര് നിങ്ങളെപ്പറ്റി എന്ത് കമന്റ് ചെയ്യുന്നു? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? എന്താണ് പ്രശ്നം? ഇതെല്ലാം ജീവിതത്തിൽ സാധാരണമാണ്. പക്ഷെ ചാണക്യനീതി പഠിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ്. ആ നെഗറ്റീവ് കാര്യങ്ങളെയും ചിന്തകളെയും മനസ്സിൽ നിന്ന് എടുത്തുമാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയൂ. ചിന്തകൾ, തോട്ട്സ് എത്രത്തോളം ഭാരം കുറച്ചുവെക്കുന്നു അത്രത്തോളം ഉയരത്തിൽ പറക്കാം. അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പഠിക്കുക. പഴയ ചിന്തകൾ, പഴയ പേടി, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ആളുകളുടെ സംസാരം. ചാണക്യൻ പറയുന്നു, മനസ്സിന്റെ ഭാരം കുറച്ചുവെക്കുന്നവനും പുതിയ അവസരങ്ങൾക്കായി തയ്യാറായിരിക്കുന്നവനുമാണ് വിജയി. അപ്പോഴേ നിങ്ങൾക്ക് ജീവിതത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും സാധിക്കൂ. ശീലം 6, സ്വന്തം ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചെറിയ യുദ്ധങ്ങൾ തോറ്റുകൊടുക്കണം എന്ന് പറയാറുണ്ട്. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ അത് നേടാനുള്ള യാത്രയിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ പാളാൻ പാടില്ല എന്നാണ്. ചാണക്യൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് വ്യക്തി സ്വന്തം ഉദ്ദേശത്തിൽ വ്യക്തതയും സ്ഥിരതയും പുലർത്തണമെന്നാണ്. ചാണക്യനീതിയിൽ പറയുന്നു, ലക്ഷ്യം വലുതാണെങ്കിൽ
വഴിയും കഠിനമായിരിക്കും. എന്നാൽ മനസ്സ് ഇടറാതെ നിൽക്കുന്നവൻ അവസാനം വിജയിക്കും. നിങ്ങളുടെ ഉദ്ദേശ്യം മാമ്പഴമാണ്, മാവല്ല. അതായത് നിങ്ങളുടെ ഊർജ്ജവും അധ്വാനവും ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം, അല്ലാതെ അനാവശ്യ കാര്യങ്ങളിലല്ല. ആളുകളുടെ പണി പറയുക എന്നതാണ്, ശല്യപ്പെടുത്തുക എന്നതാണ്. അവർ നിങ്ങളെ തടയാൻ നോക്കും, നിങ്ങളുടെ ശ്രദ്ധ മാറ്റും. പക്ഷേ നിങ്ങളുടെ ജോലി ലക്ഷ്യം നേടാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുക എന്നതാണ്. ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജ്ജവും കളയരുത്. ചാണക്യൻ പറയുന്നു, ലക്ഷ്യത്തിനു വേണ്ടി സമയവും ഊർജ്ജവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നവനാണ് ബുദ്ധിമാൻ, അല്ലാതെ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവനല്ല. എത്ര വലിയ ജോലിയാണോ അത്രയും വലിയ വെല്ലുവിളി, എത്ര വലിയ ലക്ഷ്യമാണോ അത്രയും വലിയ പ്രശ്നം. നിങ്ങൾ നിങ്ങൾക്കായി വലിയൊരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ തളരരുത്, പിന്നോട്ട് മാറരുത്. ചാണക്യനീതിയിൽ പറയുന്നു, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ, പ്രയാസങ്ങളെ ക്ഷമയോടെയും ബുദ്ധിയോടെയും നേരിടുന്നവൻ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തും. ഓർക്കുക, നിങ്ങൾ ഈ ലക്ഷ്യം നേടാനാണ് തുടങ്ങിയത്. അത് കിട്ടുന്നതുവരെ ഭക്ഷണം, വീട്, അയൽക്കാർ എല്ലാം പോട്ടെ എന്ന് വയ്ക്കുക. പക്ഷെ ലക്ഷ്യമില്ലാതെ ജീവിതം അപൂർണമാണ്. അതുകൊണ്ട് ലക്ഷ്യത്തിൽ ഫോക്കസ് നിലനിർത്തുക. എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തുക തന്നെ വേണം. സോ ബി കോൺഫിഡന്റ്, ബി ഫോക്കസ്ഡ്. വേണ്ടാത്ത ആളുകളെയും ഡിസ്ട്രാക്ഷൻസ് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത്, എവിടെയാണോ എത്തേണ്ടത്, അത് നേടി കാണിച്ചു കൊടുക്കുക. സ്വന്തം രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ രാജ്യത്തിന്റെ പേരുയർത്തുക. ചാണക്യനീതിയിൽ നിന്ന് പഠിക്കുക. ലക്ഷ്യം നേടാനുള്ള ദൃഢത, സംയമനം, ഏകാഗ്രത എന്നിവയാണ് വിജയത്തിന്റെ താക്കോൽ. ശീലം 7. അമിതമായ നിഷ്കളങ്കത വേണ്ട. ഡോണ്ട് ബി ടു സ്ട്രെയിറ്റ്. നിങ്ങൾ എത്രത്തോളം നേരെയാകുന്നോ സ്ട്രെയിറ്റ്, അത്രയും വേഗത്തിൽ നിങ്ങൾ വെട്ടപ്പെടും. ഇത് കാട്ടിലെ നിയമമാണ്. ഇതുതന്നെയാണ് ജീവിതത്തിലെ നിയമവും. എത്രത്തോളം നിഷ്കളങ്കനും ലളിതനുമാകാൻ ശ്രമിക്കുന്നോ അത്രയും വേഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെടും. ഈ ലോകത്ത് ആരും ആരുടേതുമല്ല. കൂടുതൽ ലളിതനാകാനും എല്ലാവർക്കും നല്ലവനാകാനും ശ്രമിക്കുന്നവനെ ഈ ലോകം ജീവിക്കാൻ സമ്മതിക്കില്ല. ഇതൊരു കൈപ്പേറിയ സത്യമാണ്. ഈ കാര്യം എത്ര വേഗത്തിൽ തലയിൽ കയറ്റുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷത്തോടും ബുദ്ധിയോടും കൂടി ജീവിക്കാൻ സാധിക്കും. ചാണക്യൻ തന്റെ നീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ പലരും നിങ്ങളുടെ നിഷ്കളങ്കതയും ലളിതമായ സ്വഭാവവും മുതലെടുക്കാൻ ശ്രമിക്കും. സാധുക്കളായ പാവം സ്വഭാവമുള്ള ആളുകൾ പലപ്പോഴും ചതിക്കും വഞ്ചനയ്ക്കും ഇരയാകുന്നു. അതുകൊണ്ട് ചാണക്യൻ പഠിപ്പിക്കുന്നത് എപ്പോഴും ജാഗ്രതയോടെയിരിക്കണം, സ്വന്തം ബുദ്ധി ഉപയോഗിക്കണമെന്നാണ്. ബുദ്ധിയും സംയമനവുമില്ലാത്ത നിഷ്കളങ്കത എന്നുവെച്ചാൽ സ്വയം ദുർബലനാകുക എന്നാണ്. ജീവിതത്തിൽ സ്ഥിരതയ്ക്കും വിജയത്തിനും ലാളിത്യത്തിനൊപ്പം കരുത്തും ബുദ്ധിയും ആവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ നല്ലത് നിങ്ങൾ മാത്രമേ ചിന്തിക്കൂ. അതുകൊണ്ട് മറ്റുള്ളവർക്കനുസരിച്ച് ജീവിക്കുന്നത് നിർത്തുക. ചാണക്യൻ പറയുന്നു, സ്വന്തം മനസ്സിനും വിവേകത്തിനുമനുസരിച്ച് ജീവിക്കുന്നവനാണ് സ്ഥിരതയുള്ളവനും വിജയിയും. മറ്റുള്ളവർക്കു വേണ്ടി സ്വയം ദുഃഖിക്കുന്നതും സ്വയം ഇല്ലാതാകുന്നതും നിങ്ങളുടെ ഊർജ്ജം നശിപ്പിക്കുക മാത്രമേ ചെയ്യൂ. നിങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുമ്പോൾ നിങ്ങളുടെ മാനസിക സന്തുലിതാവസ്ഥ സംരക്ഷിക്കപ്പെടുന്നു. ചാണക്യനീതിയിൽ വിവേകപൂർണമായ അവഗണന, വൈസ് ഇഗ്നറൻസ്, വളരെ പ്രധാനമാണ്. അതായത് ആവശ്യമുള്ളപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളെയും ആളുകളെയും കണ്ടില്ലെന്ന് നടിക്കുക. ഇഗ്നോർ ചെയ്യുന്നതും അഹങ്കാരം കാണിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലർ പറയും, അവന് ആറ്റിറ്റ്യൂഡ് വന്നു, ജാട കാണിക്കുന്നു എന്ന്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കുറച്ച് കടുപ്പിച്ചാൽ അത് നിങ്ങളുടെ കരുത്തിന്റെ ലക്ഷണമാകും. ചാണക്യനീതിയിലും ഇത് ഊന്നിപ്പറയുന്നുണ്ട്. വ്യക്തി സ്വന്തം ആത്മവിശ്വാസവും ബഹുമാനവും നിലനിർത്തണം, എങ്കിലേ ആളുകൾ അവനെ നിസ്സാരമായി കാണാതിരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കരുത്ത് കാണിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും, ഇവൻ ശക്തനാണ്, ഇവനെ നിസ്സാരമായി കാണാൻ പാടില്ല. അത് നിങ്ങളുടെ വില കൂട്ടും, നിങ്ങളുടെ കാര്യം എളുപ്പത്തിൽ നടക്കും. ഒരു കുഴപ്പവുമില്ല, നിങ്ങളുടെ കാര്യം നടക്കുന്നില്ലേ? ഇതാണ് ചാണക്യന്റെ പാഠം. ജീവിതത്തിൽ നിഷ്കളങ്കതയും ലാളിത്യവും നല്ലതാണ്. പക്ഷേ ബുദ്ധി, സ്വയം സംരക്ഷണം, ദൃഢത എന്നിവയില്ലാതെ അത് പ്രയാസമാണ്. ഈ ബാലൻസ് മനസ്സിലാക്കുന്നതും ശീലിക്കുന്നതുമാണ് ജീവിതത്തിൽ മുന്നേറാൻ നിങ്ങളെ സഹായിക്കുക. ശീലം 8. പുറം ലോകത്തോട് അല്പം ബധിരനാകുക. ബി ഡെഫ്. ഒന്നാമത്, നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, അവൻ നിങ്ങളെപ്പറ്റി അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടാൽ ഉടനെ നിങ്ങൾ ചോദിക്കും, അച്ഛാ പറയൂ, എന്താണ് എന്നെപ്പറ്റി പറഞ്ഞത് എന്ന്. എന്നിട്ട് കേൾക്കാൻ വലിയ ആഗ്രഹമാണ്. ആരെങ്കിലും വന്ന് നിങ്ങളെപ്പറ്റി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, വേറെ എന്ത് പറഞ്ഞു? കുറച്ചുകൂടി പറയൂ. കേൾക്കാൻ വലിയ താൽപ്പര്യമാണ്. എപ്പോഴൊക്കെ ആരെങ്കിലും നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുവോ, നിങ്ങൾ ഇനിയും പറയൂ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അതിൽ താൽപ്പര്യം കാണിക്കുമ്പോൾ ആ വ്യക്തി അത് മുതലെടുക്കും. കാരണം അവനറിയാം, അവൻ എന്തു പറഞ്ഞാലും നിങ്ങളത് കേട്ടിരിക്കുമെന്ന്. ഈ ശീലം നിങ്ങൾക്ക് ദോഷമാണ്. ചാണക്യൻ നീതിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുടുങ്ങി സ്വന്തം ഊർജ്ജവും സമയവും കളയുന്നവൻ ദുർബലനാകും.
ചാണക്യൻ ബുദ്ധിപൂർവ്വം ഉപദേശിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ നെഗറ്റീവ് സംസാരം കേൾക്കുന്നത് നിർത്തുക. കാരണം നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവൻ നിങ്ങളുടെ ബലഹീനത തിരയുകയാണ്. നിങ്ങൾ അതിൽ പ്രതികരിച്ചില്ലെങ്കിൽ അവൻ തനിയെ മടുത്തുപോകും. തുടക്കത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞാൽ, സുഹൃത്തേ, അത് വിട്ടേക്കൂ, ഞാൻ എന്താണെന്ന് എനിക്കറിയാം, നീ നിന്റെ കാര്യം നോക്കൂ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അവന്റെ 20 മിനിറ്റ് പാഴാക്കാൻ അവന് ധൈര്യം വരില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ 20 മണിക്കൂർ കൂടി പാഴാകും. ചാണക്യൻ പറയുന്നു, വ്യക്തി സ്വന്തം ചിന്തയ്ക്കും സമയത്തിനും വില കൽപ്പിക്കണം. അനാവശ്യ കാര്യങ്ങളിൽ കുടുങ്ങി സ്വന്തം മാനസികവും വൈകാരികവുമായ സമ്പത്ത് കളയരുത്. ഈ ലോകത്ത് നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ താഴെയിറക്കാൻ കഴിയില്ല. ആർക്കൊക്കെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കണം, ആരെ പുറത്താക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ കേൾക്കുന്നത് നിർത്തിയാൽ അവൻ അവിടെ കിടന്ന് പുലമ്പിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കുറച്ചു കഴിയുമ്പോൾ അവന് തോന്നും, ഞാൻ ആരോടാണ് ഈ പറയുന്നത്, വിട്ടേക്കാം, ഇവൻ എന്റെ വർത്തമാനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന്. അവൻ തനിയെ നിങ്ങളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ ശക്തി. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെ അവഗണിക്കുകയും സ്വന്തം വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ബോണസ് പോയിന്റ്: ആരാണോ കൂടുതൽ സംസാരിക്കുന്നത് അവന് വില കുറവായിരിക്കും. ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ്, ഞാൻ എന്നെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു മനസ്സിലാക്കിയാൽ ആളുകൾക്ക് എന്നെ മനസ്സിലാകുമെന്നു. അല്ല, നേരെ തിരിച്ചാണ് സംഭവിക്കുക. ആരാണോ വീണ്ടും വീണ്ടും സ്വയം വിശദീകരിക്കുന്നത്, എല്ലാ കാര്യത്തിനും മറുപടി നൽകുന്നത്, ആളുകൾക്ക് വിശദീകരണം കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്, അവന്റെ വില പതിയെ പതിയെ കുറയാൻ തുടങ്ങും. ആളുകൾ അവന്റെ വർത്തമാനത്തെ കാര്യമായി എടുക്കുന്നത് നിർത്തും. കാരണം അവൻ എല്ലാ സമയത്തും അവൈലബിൾ ആണെന്ന് അവൻ തന്നെ കാണിച്ചു കൊടുത്തു. ചിന്തിക്കൂ, ഒരു ബ്രാൻഡിന്റെ വാല്യൂ എപ്പോഴാണ് കൂടുന്നത്? അത് എല്ലാ കടയിലും കാണുമ്പോഴാണോ, അതോ അത് അപൂർവമാകുമ്പോഴാണോ, റെയർ? അത് ലിമിറ്റഡ് എഡിഷൻ ആകുമ്പോഴാണോ? ഇത് മനുഷ്യർക്കും ബാധകമാണ്. നിങ്ങൾ എല്ലാ സമയത്തും ആളുകളോട് ഞാൻ ശരിയാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് തെളിയിക്കാൻ നടന്നാൽ നിങ്ങൾ നിങ്ങളുടെ വാക്കുകളുടെ വില കളയുകയാണ്. മിണ്ടാതിരിക്കുന്നതും ചില കാര്യങ്ങളെ സമയത്തിന് വിട്ടുകൊടുക്കുന്നതും പക്വതയുടെ മെച്ചൂരിറ്റി ലക്ഷണമാണ്. ചാണക്യനീതിയിലും ഇത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൗനം സർവാർത്ഥ സാധനം. അതായത് പലപ്പോഴും മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഉത്തരം. കാരണം നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ മുന്നിലുള്ളവൻ ചിന്തിക്കാൻ നിർബന്ധിതനാകും, ഇവൻ എന്താണ് ഒന്നും മിണ്ടാത്തത്. ഈ സസ്പെൻസ് ആണ് നിങ്ങളുടെ ശക്തി. ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്തെല്ലാവരും സംസാരിക്കുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു, ട്രെൻഡിന് പിന്നാലെ പോകുന്നു. പക്ഷേ ആരാണോ കുറച്ച് മിണ്ടാതിരിക്കുന്നത്, കുറച്ചു ഉള്ളിൽ അധ്വാനിക്കുന്നത്, കുറച്ചു മാത്രം പുറത്തു കാണുന്നത്, അവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പവർഫുൾ കാണപ്പെടുന്നത്. എന്തുകൊണ്ട്? കാരണം അവന്റെ സാന്നിധ്യം അപൂർവമാണ്, റെയർ. അപൂർവമായതിനെ എപ്പോഴും വിലയുണ്ടാകൂ.